നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഞാൻ രണ്ടാമത്തെ റീഡിംഗ് ഇടുന്നില്ല എന്ന് പറഞ്ഞതാണ്, ബട്ട് ഞാൻ ബാക്കി എൻ്റെ എന്താ പറയുക പിൻവലിച്ചു. ചെറിയ റീഡിംഗ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് 48 hours നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, വളരെ ക്വിക്ക് റീഡിംഗ് ആയിരിക്കും, കൂടുതൽ നീട്ടില്ല. ഓക്കെ, അടുത്ത 48 hours ഓക്കെ നിങ്ങളിത് ക്ലെയിം ചെയ്യാം. ഓക്കെ, നല്ല പോസിറ്റീവ് ആയിരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് നടക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾ വളരെ ഫെയ്ത്തോടെ കാണാൻ ശ്രമിക്കുക, പോസിറ്റീവ് മൈൻഡോടെ കാണാൻ ശ്രമിക്കുക, പേഴ്സണിനെ കുറിച്ച് നല്ല പോസിറ്റീവ് തോട്ട്സ് വെക്കുക. ഓക്കെ, ഇതിവിടെ മൂണാണ്, ഇതിവിടെ ആദ്യം തന്നെ ആൻഡ് ട്രീ. ഓക്കെ, ബേർഡ്സ് ഔളാണ്. ഇത് നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂൺ പോലത്തെയാണ്. ഇത് സ്റ്റാർ എന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് സ്റ്റാർ കാർഡാണത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയാം. ഓക്കെ, 24 ആൻഡ് സ്വാൻ ആണിത്. റിംഗ് ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് അടുത്ത 48 hours ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിവിടെ ബ്രിഡ്ജാണ് കേട്ടോ. ഇത് ഒരു ബ്രിഡ്ജിൻ്റെ ഇതാണ്. ആൻഡ് ക്രോസ് ഉണ്ട് ഇവിടെ. ക്രോസ് ആൻഡ് സ്നേക്ക്. ഓ മൈ ഗോഡ്. ഓക്കെ, പേടിച്ചു ഞാൻ. ഗ്രേറ്റ് 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 ഗ്രേറ്റ്. ഓക്കെ, അധികം നീട്ടുന്നില്ല. ഓക്കെ, മൂൺ കാർഡ് പറയുന്നത് അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പോൾ ഇടയിൽ കുറേ ആയിട്ട് നിങ്ങൾ ഒരു കുറച്ച് സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ അധികം നിങ്ങൾ സംസാരമില്ല, ആ രീതിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് ആ സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഇമോഷണൽ ആയി പോകും. ഓക്കെ, ഐ തിങ്ക് നിങ്ങളാവാം, നിങ്ങളുടെ പേഴ്സൺ ആവാൻ അത്ര ചാൻസ് ഇല്ല, നിങ്ങളായിരിക്കും. ഓക്കെ, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ചയ്ക്ക് വരാം. അതായത് മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുള്ള ഒരു അവസരം. ഓക്കെ, നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ ഓക്കെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം. ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജസ് വരാം. എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത് എന്നൊക്കെയുള്ള മെസ്സേജസ് വരാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് അവരെ മെസ്സേജ് വരാം, അങ്ങനെയും പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രീ എന്ന് പറയുന്നുണ്ട്. ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഗ്രോത്ത് ആണ് അല്ലേ, ഗ്രോത്ത് ആണ്, ഒരു വളർച്ചയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രോങ് ആവുന്ന കാര്യമാണ്. ആൻഡ് ഇതൊരു വലിയൊരു മരമാണ്, ചെറുതൊന്നുമല്ല. ഓക്കെ, വളരെ വലിയൊരു മരമാണ്. സോ ഇതിൻ്റെ ലൈക്ക് നമ്മൾ പറയില്ലേ, റൂട്ട്സ് ഒക്കെ വളരെ സ്റ്റഡിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഓക്കെ ഈ ഒരു കോൺവെർസേഷൻ വരുമ്പോൾ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ കുറെ കൂടി സ്ട്രോങ് ആവും. കാരണം എന്താണ്, നമ്മൾ ഇമോഷണലായിട്ട് പറയുമ്പോൾ എന്ന് വെച്ചാൽ സങ്കടം ഒരു ഭാഗത്ത്, പക്ഷേ കുറച്ചുകൂടി ലൈക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, അത് നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ എന്താ പറയുക, ആ ഇൻഫർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ സ്റ്റാർ എന്നാണ്. എനിവേ പ്രതീക്ഷ എന്ന രീതിക്കാണ്, നിങ്ങൾ തമ്മിൽ ഒരു ഹോപ്പ് ഉണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന ഐറ്റം പറയാം, നമ്മൾ വിഷ് ഫുൾഫിൽമെന്റ് എന്ന രീതിയിലും പറയും സ്റ്റാർ, അങ്ങനെയായിരിക്കാം. സോ ഐ തിങ്ക് ഈ ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ നിങ്ങളെ മുന്നോട്ട് നല്ലൊരു സ്റ്റെബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എന്നിട്ട് വളരെ സന്തോഷം ഫീൽ ചെയ്യും നിങ്ങൾ. ഓക്കെ, പേഴ്സൺ തുറന്ന് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാം ഫീലിങ്സ്, അങ്ങനെ ആയിരിക്കാം. മറച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയും എന്നുമാണ്. അതിൻ്റെ അത് നല്ല ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്, നെഗറ്റീവായിട്ടല്ല. ഇവിടെ ഫീൽ ചെയ്യുന്നത് നെഗറ്റീവ് അല്ല, കാരണം മറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എന്നാണ്. ബട്ട് അത് വളരെ നല്ല കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നെഗറ്റീവ് ഇല്ല ഇവിടെ. ഓക്കെ, അത് പറയാം, നെഗറ്റീവ് പറയാം. ഇവിടെ അഗെയിൻ സ്വാൻസ് ആണ്. ഇത് നമ്മുടെ സ്നേഹത്തിനെ കാണിക്കുന്നതാണ്, സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന പോലെയാണ്. നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറെ മീറ്റ് ചെയ്യും, നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹമുള്ള ലൈക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബിൽഡ് ആവും എന്നൊക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡായിട്ട് നിങ്ങൾ കുറച്ചുകൂടി അടുക്കാനും കുറച്ചുകൂടി ക്ലോസ് ആവാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ ഒരു നെക്സ്റ്റ് 48 hours നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ റിലേഷൻഷിപ്പ് ഒന്ന് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇവിടെ ചിലവർക്ക് കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. റിങ് ഐ തിങ്ക് ഗൈഡൻസ് കൂടി കണ്ടോളൂന്ന്. ഓക്കെ, റിങ് ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു അവർ നിങ്ങൾക്കൊരു വാക്ക് തരിക, പ്രോമിസ് തരിക, അങ്ങനെ പറയാം. എനിക്ക് ഏതായിട്ട് അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അപ്പോൾ നിങ്ങളെ ഫ്യൂച്ചറിലും അവർ കൂടെ വേണം എന്ന് പറഞ്ഞ് കൂട്ടാം. ചിലവർക്ക് മാരേജിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം പറ്റുന്നവർക്ക്. ഓക്കെ, മാരേജിൻ്റെ കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള സാധ്യതയാണ്. അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് യെസ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇമോഷണൽ ആയിട്ട് അവർ യെസ് ഞാൻ നിങ്ങളുടെ കൂടെ, നമ്മൾ രണ്ടുപേരും അത്രയും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ
അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുക എന്നാണ്. സോ ഒരു ഈക്വലായിട്ട് നമുക്ക് പറയാം, ലൈക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ബ്രിഡ്ജ് ആവും എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ദൂരെയാണെങ്കിൽ നിങ്ങൾ പരസ്പരം കാണാനുള്ള സാധ്യതയായിരിക്കും. ഓക്കെ, കാണാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ വരാനോ ഉള്ള സാധ്യതയാണ്. നിങ്ങൾ പോവാം, അല്ലെങ്കിൽ അവർ വരാം, എന്തെങ്കിലും സംഭവിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു നമ്മൾ പറയില്ല ആ ഒരു അകൽച്ചയുടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ചില കാര്യങ്ങൾ അവർ ഇമോഷണലായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ ചിലത് മനസ്സിലാവുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച കുറഞ്ഞു കിട്ടും. ഓക്കെ, നിങ്ങൾക്കത് ഒന്ന് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ആൻഡ് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നെഗറ്റീവ് ഇവിടെ ഒന്ന് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയത് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവാം. സ്നേക്കാണ്. സോ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കേടുവരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, വേറെ ആരെങ്കിലും നിങ്ങളുടെ ജലസി ആവാം ചിലവർക്ക്. ഓക്കെ, എന്തെങ്കിലും തരത്തിലൊരു സ്നേക്ക് നിങ്ങളുടെ ഇടയിലുണ്ട്, സൂക്ഷിക്കണം എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ക്രോസ് എന്നും പറയുന്നുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചെറിയ തടസ്സങ്ങളുണ്ട്, ബേർഡൻ ഉണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ സണ്ണാണ് അത് കഴിഞ്ഞാൽ. സോ പക്ഷേ ഇത് മനസ്സിലാക്കുന്നതായിരിക്കാം ആരാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും അല്ലേ. ആ പേഴ്സണിനോട് പോയിട്ട് എന്തെങ്കിലും പറയാനല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ ഇന്നതാണല്ലേ പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാമല്ലോ അല്ലേ. ആൻഡ് ഇവിടെ സണ്ണാണ്. സോ യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഹാപ്പി ഫ്യൂച്ചർ എന്ന് കാണുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നതായിട്ട്, സന്തോഷം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഗിഫ്റ്റുമായിട്ടൊക്കെ പേഴ്സൺ വരാനോ ഒക്കെ ഉള്ള സാധ്യതയാണ്. സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ 48 മണിക്കൂറിൽ ഓക്കെ ഒരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ ഈ നെഗറ്റീവ് കാര്യത്തിനെ കുറിച്ചുള്ള മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് വന്ന് നിങ്ങൾ തമ്മിൽ ഒരു സിറ്റുവേഷൻ ഒന്ന് ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ഓക്കെ, സോ ക്ലെയിം ചെയ്യാം കേട്ടോ, പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം. പേഴ്സൻ്റെ മെസ്സേജ് വന്നിരിക്കും എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് അവരെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവ് ആലോചിച്ച് കഴിഞ്ഞാൽ കാര്യമില്ല, അവിടെ പിന്നെ ഇതൊന്നും ഫലിക്കില്ല. ഓക്കെ, സോ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ അത്രത്തോളം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കും. എനിക്ക് ഞാൻ ജസ്റ്റ് ഇതുകൂടി നോക്കാമെന്ന് വിചാരിച്ചു. ഒബ്സർവർ, ഫോർക്ക് ഇൻ ദ റോഡ്, മെസ്സേജ് ഇൻ എ ബോട്ടിൽ. ഓക്കെ, റീജനറേഷൻ, ട്രീ അല്ലേ, ബിറ്റ്വീൻ വേൾഡ്സ്. ഓക്കെ, ടു ബി ഫെയർ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ന്യായമായത് ചെയ്യും. ഓക്കെ, ജസ്റ്റിസിൻ്റെ കാർഡാണത്. നിങ്ങൾ തമ്മിൽ പേഴ്സൺ മാക്സിമം ന്യായമായത് ചെയ്യാൻ നല്ലോണം ശ്രമിക്കും. ഓക്കെ, അപ്പം അതിനു വേണ്ടി അപ്പോൾ അവരെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഇന്നതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു എന്താ പറയുക രമ്യതയിൽ എത്തും. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് തൽക്കാലം നിങ്ങൾ പക്ഷേ ഒന്നും പറയാൻ പോവാതിരിക്കുക, എല്ലാം ജസ്റ്റ് കാണുക, മനസ്സിലാക്കുക, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ പേഴ്സണിനോട് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കൂ, ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ചെയ്യുന്നത് അത് പേഴ്സൻ്റെ ഫ്രണ്ടോ ഫാമിലി മെമ്പറോ ഒക്കെ ആണെങ്കിൽ നിങ്ങളത് പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും പോകണ്ട, കാര്യമില്ല. ഓക്കെ, അവർ സ്വയം മനസ്സിലാക്കട്ടെ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കാണുക, മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയാൽ മതി ന്യൂസ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങളെല്ലാം കണ്ട് ഒബ്സർവ് ചെയ്യുക ജസ്റ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ഫോർക്ക് ഇൻ ദ റോഡ് എന്ന് പറയുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ഡിസിഷൻ എടുക്കും, നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എങ്കിലും എടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ മെസ്സേജ്, യെസ് അതാണ് ഞാൻ പറഞ്ഞത്, മെസ്സേജ് വരും തീർച്ചയായിട്ടും. ഓക്കെ, ഡബിൾ കൺഫർമേഷൻ ആണ് നമുക്ക്. ആൻഡ് ഇവിടെ റീജനറേഷൻ ആൻഡ് ട്രീ നമ്മളിവിടെ നേരത്തെ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡായി വരും, സ്ട്രോങ് ആയിട്ട് ബിൽഡായിട്ട് വരും. ഓക്കെ, ആൻഡ് ഇവിടെ ബിറ്റ്വീൻ വേൾഡ്സ് ആൻഡ് ഫോക്ക് ഇൻ ദ റോഡ് രണ്ടും സെയിം ആണ്. നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ലേശം കൺഫ്യൂസ്ഡ് ആണ്, സ്റ്റക്കാണ് ചില കാര്യങ്ങളിൽ. ബട്ട് അവരൊരു തീരുമാനം എടുത്ത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങൾ പറയാൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻസ് വളരെ ബെറ്റർ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലെയിം ചെയ്യാം, പോസിറ്റീവ് ക്ലെയിം ചെയ്യാം. യെസ്, ഇങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി, എന്നോടുള്ള സ്നേഹം റിയലാണ്, എന്നെ ഇഷ്ടമാണ്, എന്നോടുള്ള സ്നേഹമുണ്ട്. എന്ത് തന്നെ വേറെ തടസ്സമുണ്ടെങ്കിലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, ആരുടെ ഉണ്ടെങ്കിലും ശരി, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം വളരെ സ്ട്രോങ് ആണ്. ഞങ്ങൾ തമ്മിൽ ആ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഓക്കെ, സോ അത് തന്നെ നടക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിങ് വളരെ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ ഇതുകൂടി ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.